അജയേട്ടാ ഒരു ഇൻറ്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അരുണ ഒരു ഇൻറ്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ ഇന്ത്യൻ്റെ കാട്ടി ഇപ്പോൾ വീട്ടിലേക്ക് വരാം അല്ലേ, എന്നിട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് പോയാലോ? നമ്മൾ വീട്ടിലേക്ക് വന്നാൽ കൂടിയും സ്ക്വയർ ഫീറ്റിന് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിനകത്തൊരു കാര്യമില്ല. അങ്ങനെ അത്തരത്തിലൊരു പരസ്യം കണ്ടാൽ ഇപ്പം നമ്മൾ പല സോഷ്യൽ മീഡിയ വഴിയും കാണുന്നുണ്ട്, സ്ക്വയർ ഫീറ്റിന് 2500 രൂപ, 2000 രൂപ, 2200 രൂപ, ഈ റേറ്റിനൊക്കെ കേരളത്തിൽ എവിടെയും നമ്മൾ വീട് വെച്ച് തരാമെന്നുള്ള പരസ്യം. അല്ല, അതിന് ഞാൻ അതിനകത്ത് കൗണ്ടർ ചെയ്യുന്നതല്ല. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഒരു റീസൺ ഈ കാണുന്ന ആൾക്കാർ തന്നെയാണ്. തീർച്ചയായും. അതായത് ഇപ്പോൾ ഒരു വസ്തു, അതായത് ഒരു കാറ്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ആപ്പിള്, നമുക്കതിനൊരു വില പറയാം. കാര്യം ആ വസ്തുവിൻ്റെ വിലയാണത്. കാറിന് ഇപ്പോൾ നിങ്ങൾ പറയുന്ന കണക്ക് 12 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റെന്നോ അല്ലെങ്കിൽ പ്ലസ് ടാക്സെന്നോ ഒക്കെ നമ്മൾ ഓൺ റോഡ് പ്രൈസൊക്കെ പറയും. പക്ഷേ നമുക്കൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് ആവശ്യപ്പെടുന്നത് കൊണ്ട് എന്തായി ഒരു ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ആർക്ക് വരുന്നു? ഈ പറഞ്ഞ കോൺട്രാക്ടർക്കായാലും നമുക്കായാലും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് അവർ ഫിഗർ കൊടുക്കാനായിട്ട് പറയുന്ന ഒരു എമൗണ്ട് മാത്രമാണ് ഈ 2000-2100 പറയുന്നത്. അതെ.